നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഗിർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ എന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ റിവ്യൂ കാണുന്ന സ്ഥിരമായിട്ട് എന്റെ ചാനലിൽ മാത്രമായിരിക്കില്ല എല്ലാവരും റിവ്യൂ കാണുക എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കാണുന്നവർ കൃത്യമായിട്ടും ആ ചാനലിന്റെ ഒരു ആധികാരികത കൂടി പരിശോധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പറയുന്നതിൽ ഇപ്പൊ തെറ്റിപ്പോവാ, ഞാൻ പറയുന്നത് തെറ്റിപ്പോവാ, ഞാൻ പറയുന്ന പോലെ മറ്റാരും പറഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ വളരെ ഫ്ലോപ്പായ ചിത്രങ്ങൾ ഞാൻ വളരെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പടം കണ്ടിട്ട് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനലുകളിലും ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റിവ്യൂ ചെയ്യുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യവും എനിക്ക് എന്റെ ചാനലിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് പറയാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല ചാനലുകൾ തന്നെയാണ്, പക്ഷെ അല്ലാതെയുള്ള ചാനലുകളും ഉണ്ട്. എടുത്തു പറയേണ്ടത്, ഈ ചിത്രത്തിന്റെ റിവ്യൂ ഏകദേശം 3 മണിക്കൂർ മുമ്പ് ഒരു ചാനലിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫിലിം അപ്ഡേറ്റ് മലയാളം അങ്ങനെയായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഒരു ചാനൽ, ഒരു കറുത്ത റൗണ്ടിൽ GNM എന്നാണ് അതിനകത്ത് എംബ്ലമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ചാനലിലേക്ക് ഒന്ന് വാച്ച് ചെയ്ത് വെച്ചേക്കാം. കാരണം 3 മണിക്കൂർ മുമ്പ് റിവ്യൂ വന്നോന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവൻ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. മാത്രമല്ല, അവന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ 3 മണിക്കൂറിനുള്ളിൽ അവരെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ വീഡിയോ വീതം ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ ആ പടത്തിന്റെ റിവ്യൂ കാണാനായിട്ട് ആളുകൾ വരുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഒന്ന് നോട്ടം വെച്ചാൽ, കാരണം ഇവരെ കൊണ്ട് എല്ലാ റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3 മണിക്കൂർ മുമ്പ് അവൻ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്ത് എവിടെയോ ആണെങ്കിൽ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പോട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സിനിമയുടെ ചാനലിന്റെ പേരും ഞാൻ എടുത്തു പറഞ്ഞത്. എന്തിനേലും ആ ചാനലിൽ പോയിട്ട് ഞാനൊരു കമന്റും ചെയ്തിട്ടുണ്ട്. പടം തീർന്നിട്ട് അവനോട് റിവ്യൂ ചെയ്യാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്, കാര്യമില്ല എന്നാലും പറഞ്ഞിട്ടുണ്ട്. എന്തിനേലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമേ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരോട് ആദ്യമേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ ചെല്ലുന്ന സമയത്ത് തിയേറ്ററിൽ ആളുണ്ടായിരുന്നില്ല. എന്റെ ഭാഗ്യം കൊണ്ട് ഒരു വണ്ടി നിറച്ച് ഒരു ഫാമിലി വന്നു. അവർ 9 പേരുണ്ടായിരുന്നു. അവർ 9 പേരും ടിക്കറ്റ് എടുത്ത് ഈ പടത്തിനായിരുന്നു. അങ്ങനെ 10ാമത് ഞാനും എടുത്തിട്ടാണ് ഈ സിനിമ കണ്ടത്. അതായത് 10 പേരെങ്കിലും മിനിമം വേണം, 8 പേരെങ്കിലും മിനിമം വേണം പടം ഇടാനായിട്ട്. അങ്ങനെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ ഞാൻ കാലടി ജവഹർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇനിയുള്ള ഷോസിൽ ആ ഒരു ഗതികേട് ഈ സിനിമയ്ക്ക് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം. കാരണം ഇതിന്റെ റിവ്യൂ വന്ന് തുടങ്ങുന്നതോടുകൂടി തന്നെ ഈ സിനിമയ്ക്ക് ആള് കയറി തുടങ്ങും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടിയാണ്. എന്ന് കരുതി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റിവ്യൂ ഒന്നും ആയിരിക്കില്ല എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ സിനിമ കണ്ടിരിക്കാവുന്ന നല്ല ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഒറ്റ വരിയിൽ പറയാവുന്ന ഒരു കാര്യം. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു കഥ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമല്ല, ഒരു സിംഹക്കൂട്ടിലേക്ക് സിംഹവുമായിട്ട് മതിൽ പിടിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു കള്ളുകൂടിയെ എടുത്ത് ചാടുന്നു, അയാളെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാൾ വരുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളും ഇതാണ് ട്രെയിലറിൽ അവർ കാണിച്ചു തന്ന സംഭവം. അത് തന്നെയാണ് സിനിമയിലും വരുന്നത്. പക്ഷെ അത് വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അയാൾ എടുത്തു ചാടി എന്നുള്ളതും ആ എടുത്തു ചാടി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, രക്ഷപ്പെടും, നായകനാണല്ലോ, പക്ഷെ അത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതും അതിനുശേഷം ഉണ്ടാവുന്ന അയാളുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരാശരി സബ്ജക്റ്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമഡിയൊക്കെ കയറ്റിയിട്ട് ഒരു തരക്കേടില്ലാത്തൊരു വാച്ചബിൾ മൂവി എന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറ്റി വെക്കാവുന്ന രീതിയിൽ സിനിമയെ മാറ്റിയിട്ടുണ്ട്. ഒരിക്കലും ടിക്കറ്റ് എടുത്ത് കാണുന്നവർ നിരാശപ്പെടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഈ അടി വെടി സിനിമകളാണ് സിനിമ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ സിനിമയ്ക്കൊന്നും കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കണമെന്നില്ല. ഒരു നോർമൽ കോമഡി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം വളരെ കുറച്ചുള്ളൂ, 2.25 മണിക്കൂറോളം പടമുള്ളൂ. അത്രയും സമയം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കും. അട്ടഹാസം എന്നുള്ള സംഭവമല്ല, ചെറിയ ചെറിയ കോമഡികളിലൂടെ ആ സിനിമ മുന്നോട്ട് പോകുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് കള്ളുകുടിയനായിട്ട് അദ്ദേഹം കുഞ്ചാക്കോൻ എടുത്ത് ചാടി എന്നുള്ള കാര്യം നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറ്റിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഭവങ്ങളും അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കുഞ്ചാക്കോന്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം
ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എല്ലാ കാലത്തെയും പോലെ സിനിമയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സൈഡായിട്ട് വന്ന ആളുകളെല്ലാം തന്നെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറെ സംഭവങ്ങൾ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പുറകിലൂടെ നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മയക്കുവെടി വയ്ക്കാൻ വരുന്ന രംഗം. അത് വളരെയധികം ആ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നിലവാരമുള്ള ഒരു കോമഡി സിനിമയിൽ ഉൾക്കൊള്ളേണ്ട എല്ലാ ഘടകങ്ങളും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് അത്ര വലിയ ശക്തമായിട്ടുള്ള ഒരു കഥയൊന്നുമില്ല. ഈ പറഞ്ഞ നമ്മുടെ ട്രെയിലറിൽ കണ്ടു തന്നെയാണ് കഥ. ആ ഒരു കഥ വെച്ചിട്ട് 2.5 മണിക്കൂറോളം അവർ കൊണ്ടുപോയി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ എടുത്തു പറയാം എന്താണ് ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ആ ട്രെയിലറിൽ കണ്ടു തന്നെയാണ് കഥ എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അരമണിക്കൂർ ഇരുന്ന് പറയേണ്ട കഥയൊന്നും ഈ സിനിമയിലില്ല. അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ഒരൊറ്റ പോയിന്റ്, ആ പോയിന്റ് നല്ലൊരു സിനിമയാക്കി അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു VFX അല്ല ഈ സിംഹം എന്നുള്ളൊരു കാര്യം. അത് അവർ നേരത്തെ പറഞ്ഞതാണ്. അവർ വെറുതെ പറഞ്ഞതല്ല എന്നുള്ളത് പടം തീർന്നു കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോവാതിരിക്കുകയാണെങ്കിൽ അതിനെ വെച്ചിട്ട് എടുത്ത രംഗങ്ങളൊക്കെ അവർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഒറിജിനലാണ് എന്നുള്ളതും ആ ഘട്ടത്തിൽ അവർ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ക്രോമ ചെയ്തിട്ടാണ് അവർ സിംഹത്തെ ഈ ഒരു തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ക്രോമ ചെയ്ത കാര്യത്തിൽ ഒരു ചെറിയ ഒരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതാണ് എനിക്ക് ഇതിനകത്ത് ടെക്നിക്കലി സൈഡിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത്. കാരണം സിംഹമാണ്, മൊത്തം രോമങ്ങളൊക്കെ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് ക്രോമ കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഇത് ചെയ്താൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. കാരണം ഇങ്ങനെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഇങ്ങനെ പറന്നു നിൽക്കുന്ന കാരണമുണ്ട്. അത് ക്ലിയർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മോശം VFX ചെയ്ത സിംഹത്തെ പോലെ ഫീൽ ചെയ്യും. ആ ഒരു സംഭവം ചില ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഒരു ചെയ്തിരിക്കുന്നതിന്റെ പെർഫെക്ഷൻ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സംഭവം VFX അല്ല, ഒറിജിനലാണ് എന്നുള്ളത് പടം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ്, ക്രോമയിൽ ചെയ്ത മിസ്റ്റേക്കിലാണ് അത് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ടെക്നിക്കൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. പിന്നെ കുറച്ച് സ്ഥിരം കാണുന്ന കുറച്ച് ക്ലീഷേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇതുപോലുള്ള സിനിമകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ചാനലുകാരുടെ കുറെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ചാനലുകാരിങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി കാണിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടു മടുത്ത എല്ലാ സിനിമകളിലും കാണുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അതല്ലാതെ വേറെ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുള്ള നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. ഒരു ഫാമിലിക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. കുട്ടികളെ പിടിച്ചിരുത്താവുന്ന ഘടകം പടത്തിന്റെ ടൈറ്റിലിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ സൂവിലെ മറ്റുള്ള മൃഗങ്ങളുടെയും ഈ പറഞ്ഞ സിംഹത്തിന്റെ ഒക്കത്തിന്റെയും കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികളെ വളരെയധികം ത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഫാമിലി ആയിട്ടും കാണാവുന്ന സിനിമയാണ്. വേറെ നെഗറ്റീവ് അല്ല, മറ്റേ ഈ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫാമിലിക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള യാതൊരുവിധ സീനുകളോ സിറ്റുവേഷൻസോ ഡയലോഗ്സോ ഇല്ല. സാധാരണ ഒരു കുഞ്ചാക്കോവൻ സിനിമകളിൽ കാണുന്ന എല്ലാ സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ ഇതിനകത്തും. അതുകൊണ്ട് തന്നെ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഫാമിലിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, കാണാം, എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമ. അതല്ലാതെ ഈ അടി വെടി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ദൈവത്തെ ഓർത്ത് ഈ ഏരിയയിലേക്ക് വരാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ ഇഷ്ടപ്പെടത്തില്ല. മാത്രവുമല്ല നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള സിനിമകൾക്ക് ശരിക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഒഴിച്ചു നിർത്തി കോമഡി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന, എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു സിനിമയാണ്. വൺ ടൈം വാച്ചബിൾ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആ ഒരു നിലവാരം കൂടി കണക്കാക്കുക. എന്തിനേലും ഇതിനൊരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 3 സ്റ്റാർ വരെ, അല്ലെങ്കിൽ 2.25 സ്റ്റാർ പ്ലസ് 3 ആ ഒരു റേഞ്ചിൽ കൊടുക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു ശരാശരി കുഞ്ചാക്കോവൻ ചിത്രം, നിങ്ങൾ തരക്കേടില്ലാത്ത കുഞ്ചാക്കോവൻ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ആ ഒരു നിലവാരത്തിൽ തന്നെയുള്ള ഒരു സിനിമയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫെക്ഷനോ അല്ലെങ്കിൽ ഒരു വളരെ മോശം അഭിപ്രായമോ ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല. ഒരു ശരാശരി എന്നുള്ള നിലവാരത്തിൽ തന്നെ പോകുന്നതാണ്. ധൈര്യം ടിക്കറ്റ് എടുത്താൽ മോശം വരില്ല എന്നുള്ളത് ഈ കോമഡി സിനിമ ആസ്വദിക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും ഒരു ഓർമ്മിപ്പിക്കുന്നു, റിവ്യൂ നോക്കുമ്പോൾ ആ ചാനലിന്റെ ആധികാരികത കൂടി ഒന്ന് നോക്കുക. ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ നന്നായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ഈ പടം കാണാതെ റിവ്യൂ ചെയ്യുന്നവരോട് അതൊന്ന് നോക്കി അയച്ചേക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.